കൊല്ലത്ത് CPM നേതാക്കൾ ആവശ്യപ്പെട്ട പണം നൽകാത്തതിന്റെ പേരിൽ കൊലപാതക കേസിൽ കുടുക്കിയ വിമുക്ത ഭടന് 7 വർഷത്തിനൊടുവിൽ നീതി. സുബേദാർ മേജർ റാങ്കിൽ വിരമിച്ച മുത്താരംകുന്ന് സ്വദേശി യതീന്ദ്രദാസിനെയാണ് കൊട്ടാരക്കര SC/ST കോടതി വെറുതെ വിട്ടത്. കള്ളക്കേസിൽ കുടുക്കാൻ കൂട്ടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് യതീന്ദ്രദാസിന്റെയും കുടുംബത്തിന്റെയും തീരുമാനം. 2017 ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. വെളിയം മറവിൻകോട് മിച്ചഭൂമി കോളനിയിൽ തുളസിയാണ് കൊല്ലപ്പെട്ടത്. കേസിൽ ഒന്നാം പ്രതിയാക്കപ്പെട്ട യതീന്ദ്രദാസ് ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിരുന്നു. കാലങ്ങളായുള്ള നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് യതീന്ദ്രദാസിനെ കോടതി വെറുതെ വിട്ടത്. 34 വർഷത്തെ സൈനിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച യതീന്ദ്രദാസിനോട് പ്രാദേശിക CPM നേതാക്കൾ പാർട്ടി ഫണ്ടിലേക്ക് വലിയൊരു തുക ആവശ്യപ്പെട്ടിരുന്നു. വിരമിക്കൽ ആനുകൂല്യമായി ലഭിച്ച തുക പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കണമെന്നും പറഞ്ഞു. എന്നാൽ 1000 രൂപ നൽകിയ യതീന്ദ്രദാസ് SBIയിലെ നിക്ഷേപം മാറ്റിയില്ല. തുടർന്ന് CPM നേതാക്കൾ യതീന്ദ്രദാസിനെ വെല്ലുവിളിച്ചിരുന്നു. പിന്നാലെയാണ് മദ്യലഹരിയിൽ സമീപവാസികളോട് അപമര്യാദയായി പെരുമാറിയ തുളസി എന്ന വ്യക്തിയെ യതീന്ദ്രദാസും മറ്റൊരാളും ചേർന്ന് മർദ്ദിച്ച് തോട്ടിൽ തള്ളിയിട്ടെന്നും അവശ നിലയിലായ തുളസി ചികിത്സയിലിരിക്കെ മരിച്ചതായും കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. എന്നാൽ മരിച്ച തുളസിയെ അവശനിലയിൽ കണ്ടെത്തിയ ദിവസം രാവിലെ തുളസിയുമായി വാക്കുതർക്കം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പിറ്റേന്നാണ് തുളസി മരിച്ച വിവരം അറിയുന്നതെന്നും യതീന്ദ്രദാസ് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ CPM പ്രാദേശിക നേതാക്കളുടെ നിർദ്ദേശപ്രകാരം മൊഴി പോലും രേഖപ്പെടുത്താതെ പോലീസ് തന്നെ കേസിൽ കുടുക്കുകയായിരുന്നുവെന്ന് യതീന്ദ്രദാസ് പറഞ്ഞു. പണം നൽകാത്തതിന്റെ പേരിൽ CPM നേതാക്കൾ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നത് കുടുംബത്തോടൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് യതീന്ദ്രദാസ് പറഞ്ഞത്. പിന്നെ എന്റെ വീട്ടിൽ വന്നതുകൊണ്ട് 1000 രൂപയാണ് കൊണ്ടുവയ്ക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 1000 രൂപ കൊടുത്ത് അതും മേടിച്ചോണ്ട് എന്റെ കേട്ടിൽ ചെന്നുകൊണ്ട് ഈ വാങ്ങിച്ച വ്യക്തി പറഞ്ഞ് ഇത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പോയി. അതിനുശേഷം അവരുടെ സഹകരണ ബാങ്കിൽ കൊണ്ടുചെന്ന് എൻ്റെ റിട്ടയർമെന്റ് ആനുകൂല്യം ഇടണമെന്ന് പറഞ്ഞു. ഞാനത് ചെയ്തില്ല. ഞാൻ പറഞ്ഞത് സ്റ്റേറ്റ് ബാങ്ക് കിടക്കുകയാണ്, മകളുടെ വിവാഹത്തിന്റെ സമയമായി, പിന്നെ എനിക്ക് നിങ്ങളുടെ കുറേ അടക്കാൻ നേരമില്ല, ആ സ്റ്റേറ്റ് ബാങ്ക് കിടന്നോട്ടെ എന്ന് പറഞ്ഞു. 3 വർഷം കഴിഞ്ഞിട്ടാണ് മകളുടെ വിവാഹമായത്. അപ്പോൾ എൻ്റെ ആവശ്യത്തിന് പൈസ എടുക്കാൻ പറ്റും. ഈ ഒരു 2 സംഭവം ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ ഞാൻ സർവീസിലിരുന്ന സമയത്ത് എപ്പോഴും ലീവിന് വന്നാലും എല്ലാ പാർട്ടിക്കാരും, നമ്മുടെ BJP മാത്രം അത്ര ശക്തമല്ല, CPM വരും, CPIയും വരും, കോൺഗ്രസ്സുകാരും വരും, ഓരോ രാഷ്ട്രീയക്കാരുടെ പേര് എല്ലാ പാർട്ടിക്കാരും എന്തെങ്കിലും കാരണം പറഞ്ഞ് സംഭാവനയ്ക്ക് വരും. അവർക്കെല്ലാം ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. ആരും ഇത് സംഭവം പറഞ്ഞിട്ടുമില്ല. കേസിലെ 2ാം പ്രതിയായ മോഹനനെ 7 വർഷം കോടതി ശിക്ഷിച്ചിരുന്നു. 7 വർഷം മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊല്ലം പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് മുൻപാകെ നൽകിയ പരാതിയിൽ ഹിയറിംഗിന് ഹാജരാകാതെ ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞുമാറിയിരുന്നു. 24 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കൊട്ടാരക്കര DYSPയെ കണ്ട് കേസ് ശരിയായ രീതിയിൽ അന്വേഷിക്കണമെന്നും യതീന്ദ്രദാസ് ആവശ്യപ്പെട്ടിരുന്നു. കേസിൽ തെളിവെടുപ്പ് നടത്തുകയോ ദൃക്സാക്ഷി മൊഴി രേഖപ്പെടുത്തുകയോ ചെയ്തില്ല എന്നും ആരോപണമുണ്ട്. കൊലപാതകയായി മുദ്രകുത്തിയതോടെ താനും കുടുംബവും മാനസികമായി തളർന്നെന്നും മകളുടെ വിവാഹാലോചന മുടങ്ങിയെന്നും യതീന്ദ്രദാസ് പറഞ്ഞു. 10 ലക്ഷം രൂപയാണ് കേസിനും മറ്റാവശ്യങ്ങൾക്കുമായി ചിലവായത്. കോടതി വെറുതെ വിട്ടതിനു പിന്നാലെ കള്ളക്കേസിൽ കൊടുക്കാൻ കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപോരാട്ടം നടത്താനാണ് യതീന്ദ്രദാസിന്റെയും കുടുംബത്തിന്റെയും തീരുമാനം. ജനം, കൊല്ലം.